നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രപഞ്ചശക്തിയുടെ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. അതായത് നമ്മൾ പലതരത്തിലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും അഫർമേഷനുകളെക്കുറിച്ചും നമ്മുടെ വീഡിയോകളിലൂടെ തന്നെ കണ്ടിട്ടുണ്ട്. പലർക്കും പല വിധത്തിലുള്ള സംശയങ്ങളാണ് അവരുടെ ജീവിതത്തിലുള്ളത്. എങ്ങനെയാണ് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് നമ്മളുടെ പ്രാർത്ഥനകൾ നിറവേറ്റി തരുന്നത്, അതല്ലെങ്കിൽ നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു തരുന്നത് എന്നെല്ലാം തന്നെ പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾക്കെല്ലാം ഒരു ഉത്തരം എന്ന രീതിയിലും എങ്ങനെയാണ് ഈ പ്രപഞ്ചശക്തിയെ നമ്മൾ വശ്യപ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണോ അതെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിലുണ്ട്. അത് നമുക്ക് തിരിച്ചറിഞ്ഞ് അതിനെ നമുക്ക് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ആദ്യം വേണ്ടത്. ഇങ്ങനെ നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കുവാനായി നമുക്ക് ആദ്യം വേണ്ടത് എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായ വിശ്വാസമാണ്. നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ നമ്മുടെ പല വീഡിയോകളിലൂടെയും പറഞ്ഞതുപോലെ നിങ്ങൾ ആ കാര്യത്തെ വിശ്വസിക്കുകയാണെങ്കിൽ മാത്രമേ ആ കാര്യം നിങ്ങളിലോട്ട് വരുവാനായിട്ട് ആഗ്രഹിക്കുകയുള്ളൂ. അത് പണം സംബന്ധിച്ചുള്ളതാണെങ്കിലും അതല്ല മനം സംബന്ധിച്ചുള്ളതാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും മിത്രവും എന്ന് പറയുന്നത് നമ്മുടെ മനസ്സു തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്തിനെക്കുറിച്ചാണോ കൂടുതലായി ചിന്തിക്കുന്നത് അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതവും ആവുന്നത് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രയോ നല്ല കാര്യങ്ങൾ നടന്നിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളെക്കുറിച്ചും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മുഖാന്തരം ഭാവിയിൽ വരുവാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അവിടെയാണ് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ തെറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രമല്ല സന്തോഷങ്ങൾ നിറഞ്ഞ നിമിഷങ്ങളും ഒരുപാട് ഉണ്ടായി കാണും. പക്ഷെ നമ്മൾ അതെല്ലാം മറന്നു കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേദനിച്ച നിമിഷങ്ങൾ മാത്രമേ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മയിലുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ അവർക്കും അത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. കുട്ടികളുള്ളവരാണെങ്കിൽ ആ കുഞ്ഞിനെ നമ്മൾ ജനിച്ച് നമ്മുടെ കൈകളിൽ ആ എടുത്ത ഒരു നിമിഷം എന്ന് പറയുന്നത് ലോകത്തിലെ ഏത് അമ്മമാർക്കും അച്ഛന്മാർക്കും ഉള്ളതിൽ ഇതിൽ കൂടുതൽ വലിയ ഒരു സന്തോഷം ജീവിതത്തിൽ വേറെ എന്തു വേണമെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ എല്ലാവരും തന്നെ. അങ്ങനെയുള്ള വലിയ വലിയ സന്തോഷങ്ങളെല്ലാം നമ്മൾ മറന്നു കഴിഞ്ഞു. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? നമ്മുടെ കയ്യിൽ പണമില്ല, നമുക്ക് സ്വന്തമായി വീടില്ല, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊന്നും തന്നെ മോചനം നേടുവാൻ സാധിക്കുന്നില്ല. എനിക്കും ഹസ്ബൻഡിനും തമ്മിൽ എപ്പോഴും പിണക്കങ്ങളാണ്. എനിക്കും എൻ്റെ മക്കൾക്കും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മയുണ്ട്. അതുപോലെ തന്നെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഒരു സ്ഥിരമായ ജോലിയില്ല, നമ്മുടെ വീട്ടിലൊരു വാഹനമില്ല എന്നെല്ലാം ഇല്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നതേ ഒഴികെ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഐശ്വര്യപൂർണമായ നാളുകളെക്കുറിച്ച് അല്ലെങ്കിൽ ആ സന്തോഷപൂർണമായ നാളുകളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ മുഴുവനായി നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നിറച്ചു നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ എത്ര തന്നെ അഫർമേഷൻ ചെയ്താലും, നിങ്ങൾ എത്ര തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്താലും, എത്ര സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, അതുപോലെ തന്നെ വഴിപാടുകൾ ചെയ്താലും നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുവാൻ പോകുന്നില്ല. ബുദ്ധൻ പറയുന്നുണ്ട്, നമ്മുടെ മനസ്സാണ് നമ്മുടെ ജീവിതത്തിലെ നന്മകൾക്കും തിന്മകൾക്കും പ്രധാനപ്പെട്ട കാരണമെന്ന്. അതുപോലെ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നമ്മൾ എന്താണോ കൂടുതലായി ചിന്തിക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ ജീവിതവും ആവുന്നത് എന്ന്. അത് ശരിയായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബൈബിളിൽ പ്രോവേർബ്സ് ഒന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ആഴ്ന്ന ചിന്തയോടുകൂടി അല്ലെങ്കിൽ ആഴ്ന്ന മനസ്സിൽ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ ചിന്തിക്കുന്നത് അത് ഒരു തിരമാല രൂപത്തിൽ ഈ പ്രപഞ്ചത്തിലേക്ക് പുറപ്പെടുകയും ആ പ്രപഞ്ചം അതുതന്നെ നമ്മളിലേക്ക് തിരികെ എത്തിക്കുകയും ചെയ്യുന്നു എന്നും കൂടി പറയുന്നുണ്ട്. അത് സത്യസന്ധമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ ചിന്താഗതി എങ്ങനെയാണോ ആ ചിന്താഗതി പ്രകാരമായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. ഒരു അസുഖവും ഇല്ലാത്ത ഒരു വ്യക്തി എനിക്കെപ്പോഴും എന്തോ വയ്യ, എനിക്കെപ്പോഴും ഒരു ക്ഷീണം പോലുണ്ട്, എനിക്ക് ആ അസുഖം വരുമോ, എനിക്ക് ഈ അസുഖം പിടിപെടുമോ എന്നെല്ലാം ആലോചിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ദിവസം മുഴുവൻ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുവാൻ മാത്രമേ സമയം കാണുകയുള്ളൂ. അപ്പോൾ നമുക്ക് വരുന്ന സ്ഥലത്ത് വെച്ച് കാണാമെന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി എന്തു വന്നാലും നേരിടുവാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി നിങ്ങൾ ആ ഒരു ദിവസത്തിൻ്റെ തുടക്കം നമ്മൾ
ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങി നോക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ അത്ഭുതങ്ങൾ ഉണ്ടാകും. ഇതുമൂലം ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ, നമ്മൾ ആദ്യമായിട്ട് ഈ പ്രപഞ്ചശക്തിയെ ആകർഷണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചശക്തിയോട് നമ്മളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടണമെന്ന് ആ ഒരു അഫർമേഷൻ മെത്തേഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് ആദ്യം ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് തന്നെയുള്ള പരിപൂർണമായ വിശ്വാസം മാത്രമാണ്. ഇനി ഇതിന് നമുക്ക് രണ്ടാമതായി വേണം എന്ന് പറയുന്നത്, നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് തുടർച്ചയായി ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് കൊടുക്കുന്ന എല്ലാ ഒരു ലിങ്കുകളും, അതായത് എല്ലാ കാര്യങ്ങളും, ഈ ചിന്താഗതികളും നമ്മൾ ആ ചിന്താഗതികളെ തുടർച്ചയായി പിന്തുടരണമെന്നുണ്ടെങ്കിൽ ഇടയിൽ വെച്ച് നമ്മൾ നിർത്താതെ തുടർന്നു കൊണ്ടേയിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ വ്യക്തിയെ നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാരണത്താൽ ഡൈവേർട്ടായി പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി അവിടെ നിന്ന് മാഞ്ഞു പോകും. അല്ലെങ്കിൽ അവർ പോവേണ്ട സ്ഥലത്ത് അവർ എത്തിയിരിക്കും. നമുക്ക് അവർ എവിടെയാണ് പോയിരിക്കുന്നത് എന്ന് പോലും അറിയുവാൻ സാധിക്കില്ല. ഇതുതന്നെയാണ് ഈ പ്രപഞ്ചശക്തിയോട് നമ്മൾ ചോദിക്കുമ്പോഴും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ അത് എന്തു തരത്തിലുള്ളതാണെങ്കിലും അത് നടന്നു കിട്ടുന്നത് വരെയും ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ തുടർച്ചയായി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഒരുപാട് സന്തോഷപരമായ കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ട്, അതായത് സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നതിനു ശേഷം നിങ്ങൾ ആ സന്തോഷത്തോടു കൂടി തന്നെ ഈ പ്രപഞ്ചത്തിനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നിറവേറ്റി തരുവാനായിട്ട് പറയുക. എങ്ങനെയാണ് പറയേണ്ടത്? പലർക്കുമുള്ള സംശയങ്ങളിൽ ഒന്നാണ്, എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനായി നമ്മൾ പറയേണ്ടത്? അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് ഒരു വീടാണ് ആവശ്യം. നമ്മളൊരു വീടിന് വേണ്ടി കുറേ വർഷങ്ങളായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വന്തമായി വീടില്ല. ഈ പ്രപഞ്ചം എനിക്കത് കൊണ്ട് എത്തിച്ചു തരുമെന്ന് ആദ്യം നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ആ വിശ്വാസം തുടരുക തന്നെ ചെയ്യണം. ഒരിക്കൽ പോലും ആ വിശ്വാസം, അതായത് അതിൽ നിന്ന് നമ്മൾ പിന്തിരിയുവാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നാൽ, ഈ പ്രപഞ്ചത്തിനോട് ചോദിക്കുന്ന രീതി, എനിക്ക് ഇപ്പോൾ ഒരു വീട് തന്നതിന് നന്ദി പ്രപഞ്ചമേ. എനിക്ക് ഇപ്പോൾ ഒരു വീട് തന്നതിന് നന്ദി പ്രപഞ്ചമേ. അതായത് ഇപ്പോൾ എന്നുള്ള ആ ഒരു വാക്ക് നമ്മളതിൽ പ്രധാനമായും ഉൾപ്പെടുത്തേണ്ടതാണ്. അതായത് പ്രസൻറ്റ് ടെൻസ് ആണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ഇപ്പോൾ എനിക്ക് ഈ വീട് തന്നതിന് നന്ദി പ്രപഞ്ചമേ എന്ന് പറയുക. അതുപോലെ തന്നെ ഒരു തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ജോലി വേണമെന്നുള്ളവരാണെങ്കിൽ, എനിക്ക് ഇപ്പോൾ ഈ ജോലി തന്നതിന് നന്ദി പ്രപഞ്ചമേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയെങ്കിലും രൂപ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്കത് ആ പണം കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കുമെന്ന് കരുതി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ പറയാം, എനിക്ക് ഇപ്പോൾ എത്ര രൂപയാണോ നിങ്ങൾക്ക് ആവശ്യം. ഉദാഹരണത്തിന് ഒരു 1.5 ലക്ഷം രൂപയാണ് എന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ കിട്ടി, നന്ദി പ്രപഞ്ചമേ, തന്നതിന് നന്ദി പ്രപഞ്ചമേ എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ പറയുവാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നോട്ട് പുസ്തകത്തിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത് അത്രയും ഒരു ദിവസം നിങ്ങൾ ഒരു നമ്പർ കുറിച്ച് മനസ്സിൽ വയ്ക്കുക. ഉദാഹരണത്തിന് ഒരു 11 തവണ ദിവസവും എഴുതാമെന്ന്, അതല്ലെങ്കിൽ ഒരു 108 തവണ ദിവസവും എഴുതാമെന്ന്, അതല്ല നിങ്ങൾക്ക് എത്ര തവണയാണോ എഴുതാൻ ആഗ്രഹിക്കുന്നത് അത്രയും തവണ ദിവസവും എഴുതാമെന്ന്. അതായത് ഒരു ദിവസം 10 പ്രാവശ്യം എഴുതി, ഒരു ദിവസം 100 പ്രാവശ്യം എഴുതി എന്നല്ല, എല്ലാ ദിവസങ്ങളിലും ഒരുപോലെ നിങ്ങൾ എഴുതുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ കഴിഞ്ഞ സന്തോഷങ്ങളെല്ലാം നിങ്ങൾ രൂപാന്തരപ്പെടുത്തി ആ സന്തോഷം ഈ പ്രപഞ്ചത്തിലേക്ക് പ്രകടിപ്പിച്ചുകൊണ്ട്, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീടാണോ, കാറാണോ, തൊഴിലാണോ, അല്ലെങ്കിൽ പണമാണോ, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു കാര്യം എഴുതുവാനായിട്ടോ ചൊല്ലുവാനായിട്ടോ ശ്രമിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോടൊപ്പം തന്നെ നമ്മൾ അത് ഏത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും അത് നടത്തി തരുവാൻ ഈ പ്രപഞ്ചശക്തി വില്ലിങ് ആണ്. അപ്പോൾ ഈ പ്രപഞ്ചശക്തിയോട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളും പോസിറ്റീവായിരിക്കണം, ന്യായമായ കാര്യങ്ങളായിരിക്കണം. അപ്പോൾ ന്യായമായ ഏതൊരു കാര്യങ്ങളും അത് നമുക്ക് തന്നെ വന്നു ചേരുവാനുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് തന്നെ എത്തിച്ചു തരുന്നതായിരിക്കും. അതിനാലാണ് ഞാൻ പറയുന്നത് ഈ പ്രപഞ്ചത്തിനോട് ആദ്യം നമുക്ക് നന്ദിയുള്ളവരായിരിക്കണമെന്ന്. കാരണം നമ്മളിലേക്ക് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഒരു നേരം ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വസ്ത്രമില്ലാതെ വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതിനോടൊപ്പം തന്നെ കയറി കിടക്കുവാൻ ഒരു കിടപ്പാടമില്ലാതെ
അല്ല സ്വന്തമായി വീട് മാത്രമല്ല വാടക വീട് പോലും ഇല്ലാതെ വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരുടെ ഇടയിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം എത്രയോ ഉയർന്ന ഒരു തലത്തിലാണ് ഈ പ്രപഞ്ചശക്തിയും നമ്മളുടെ ദൈവങ്ങളും നമ്മളെ കൊണ്ടൊന്ന് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിനോടും നമ്മുടെ ഇഷ്ടദൈവങ്ങളോടും നമ്മൾ നന്ദി പറഞ്ഞേ മതിയാവുകയുള്ളൂ. അതിന് നമ്മൾ ഒട്ടും മടിക്കാതെ നമ്മുടെ നന്ദി ഈ പ്രപഞ്ചത്തോട് പ്രകടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രപഞ്ചശക്തി നമ്മളിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ എത്തിച്ചു തരുന്നത്? നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞ ഒരു കാര്യം എന്തെന്നാൽ വിശ്വാസം. നമ്മൾ ആദ്യം ഈ പ്രപഞ്ചത്തെ വിശ്വസിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. മാത്രമല്ല നമ്മുടെ സന്തോഷങ്ങളെ നമ്മൾ അതിനൊരു ബഹുമാനം കൊടുത്ത് നമ്മുടെ മനസ്സിലൊരു സ്ഥാനം കൊടുക്കേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ നന്ദിയും ഈ പ്രപഞ്ചത്തിന് പ്രകടിപ്പിക്കേണ്ടതാണ്. കൂടാതെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ തുടർച്ചയായിട്ട് ഏതൊരു കാര്യത്തെയും ഫോളോ ചെയ്യണമെന്നുള്ളതും നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തിനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാനായി പ്രാർത്ഥിച്ചു നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങളാണെങ്കിലും അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, ആ ആഗ്രഹങ്ങൾ ഏതാണെങ്കിലും അത് ഈ പ്രപഞ്ചശക്തി നടത്തി തരുന്നതായിരിക്കും. പ്രപഞ്ചശക്തിക്ക് ഇല്ല എന്ന് പറയുവാനുള്ള ഒരു കഴിവില്ല. അതായത് നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണോ അത് ഏത് തരത്തിലുള്ളതാണോ അത് ഏത് തലത്തിലുള്ളതാണോ എന്നതിനെ അപേക്ഷിച്ചായിരിക്കും നമ്മളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റണോ അതല്ലയോ എന്ന് ഈ പ്രപഞ്ചം തീരുമാനിക്കുന്നത്. നിങ്ങൾ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കി എൻ്റെ ആഗ്രഹം നടന്നില്ല, ഞാൻ എഴുതി പക്ഷെ എൻ്റെ ആഗ്രഹം നടന്നില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടണമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയും അത് നിറവേറി കിട്ടിയേ മതിയാകൂ എന്നുള്ള ആ ഒരു ശാഠ്യത്തോടു കൂടി മാത്രം നിങ്ങൾ എഴുതുവാനായിട്ടും ചൊല്ലുവാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, അതുപോലെ തന്നെ ഏഞ്ചൽ നമ്പറുകൾ, സ്വിച്ച് വേർഡുകൾ, അതുപോലെ തന്നെ വഴിപാടുകൾ, താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയുവാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.